അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. ഖുർആൻ ലോകത്തിനാകെ മനുഷ്യർക്കായി അള്ളാഹു വെളിപ്പെടുത്തിയ ഏറ്റവും മനോഹരവും മഹത്തായമായ ഗ്രന്ഥമാണ്. അത് ഒരു വഴികാട്ടിയുടെയാണ്. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുന്ന ഒരു ദീപവുമാണ്. ഖുർആൻ ഓതുക എന്നത് നമ്മളത് വെറും വായനയായിട്ടല്ല, അത് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്ന ഒരാരാധനയും ഹൃദയത്തിൻ്റെ സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവമാണ്. ഖുർആൻ ഓതുന്നവർ ഓരോ അക്ഷരത്തിലും പുണ്യം നേടുന്നുവെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഓരോ മുസ്ലിമിനും ഖുർആൻ മനസ്സിലാക്കി മനസ്സിൽ നിറച്ച് ജീവിതത്തിൽ നടപ്പാക്കാനുള്ള കടമയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഖുർആനിലെ 56-ാം സൂറത്താണ് സൂറത്തുൽ വാഖിഅ. വാഖിഅ എന്നത് വലിയ സംഭവം അല്ലെങ്കിൽ അന്ത്യദിവസം എന്ന അർത്ഥം കൊടുക്കുന്നു. ഈ സൂറത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോകം ഒരു ദിവസം തീരും, എല്ലാവർക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരും എന്ന സത്യമാണ്. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. വാഖിഅ സൂറത്ത് ഓരോ രാത്രി ഓതുന്നവൻ ഒരിക്കലും ദാരിദ്ര്യം കാണുകയില്ല. അതായത് ഈ സൂറത്ത് ദിനം പ്രതി ഓതുന്നവർക്ക് അള്ളാഹു ജീവനോപാധി വിപുലമാക്കും, ഹൃദയത്തിൽ സമാധാനവും ആത്മീയ ശക്തിയും ലഭിക്കും. സൂറത്തുൽ വാഖിഅയുടെ വചനങ്ങൾ നമ്മെ 3 വിഭാഗങ്ങളായി ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്, അള്ളാഹുവിനോട് അടുത്തവരായവർ, സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനം ലഭിക്കുന്നവർ. രണ്ടാമത്, വലത് കൈക്കാർ, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർ. മൂന്നാമത്, ഇടത് കൈക്കാർ, പാപജീവിതം നയിച്ചവർ. ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മെ നല്ല ജീവിതത്തിലേക്ക് മാറ്റാനുള്ള ചിന്തകൾ ഉണരുന്നു, മരണാനന്തര ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ കരുണയെ മനസ്സിലാക്കാൻ പ്രയോജനമാകുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് ദിവസേന ഒരു സമയം മാറ്റിവെച്ച് സൂറത്തുൽ വാഖിഅ ഓതാം. അതിലെ അർത്ഥം മനസ്സിലാക്കാൻ ജീവിതത്തിൽ നടപ്പാക്കാം. ഖുർആൻ ഓതുന്നവരുടെ ജീവിതത്തിൽ സമാധാനവും നന്മയും എപ്പോഴും നിറയും. അത് എത്രയൊക്കെ ഓതുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ പ്രത്യേകിച്ച് സൂറത്തുൽ വാഖിഅ ദിവസേന ഓതുന്നവർക്ക് അള്ളാഹു ധാരാളമായ റിസ്ക്കും ആത്മശാന്തിയും ദാരിദ്ര്യത്തിൽ നിന്ന് സംരക്ഷണവും നൽകും. അതുകൊണ്ട് നമുക്ക് ഒരു ഉറച്ച തീരുമാനമെടുക്കാം. ഇന്നു മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ വാഖിഅ ഓതുക. ഒരു ദിവസം പോലും ഒഴിവാകാതെ ഹൃദയത്തോടെ. അള്ളാഹുവേ, നമുക്കെല്ലാവർക്കും ഖുർആൻ ഹൃദയത്തിൽ പതിയാൻ, അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ, അതിൻ്റെ അനുഗ്രഹത്തിൽ മരിക്കാൻ തൗഫീഖ് നൽകണമേ. ആമീൻ. ഈ വീഡിയോ നന്നായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സഹോദരങ്ങളെ. മറ്റുള്ളവർക്ക് ഈ ഖുർആൻ